ശബരിമല മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായുള്ള എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. അമ്പലപ്പുഴ സംഘമാണ് ആദ്യം എത്തിയത്. ചെറിയശാസ്താ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി എത്തുന്ന അമ്പലപ്പുഴ സംഘത്തെ വാവരുപള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ വരവേൽക്കും. ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘത്തിന്റെയും പേട്ടതുള്ളൽ നടക്കും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CG ദിൽജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ സംഭവ സ്ഥലത്തു നിന്നും. ദിൽജിത്ത്, പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ആദ്യ സംഘം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങളുണ്ട്. 50 പേർക്ക് മാത്രമാണ് പ്രവേശനം നൽകുക എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അതുപ്രകാരം തന്നെയാണോ ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പങ്കെടുത്തിരുന്ന ചടങ്ങാണ് ഈ പേട്ടതുള്ളൽ ചടങ്ങുകൾ. എന്നാൽ ഇപ്പോൾ ഓരോ സംഘത്തിലും 50 പേർ വീതമാണ് ഇത്തവണത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ അമ്പലപ്പുഴ സംഘം ചടങ്ങുകൾക്കായി ചെറിയ അമ്പലത്തിൽ എത്തി. ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് ശ്രീകൃഷ്ണപെരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്നത്. തുടർന്ന് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ സംഘം വാവരുപള്ളിയിലേക്ക് എത്തി. വാവരുപള്ളിയിൽ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ വരവേറ്റ ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വലിയമ്പലത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഈ യാത്രയിലാണ് പേട്ടതുള്ളൽ ചടങ്ങായി അറിയപ്പെടുന്നത്. മഹിഷി നിഗ്രഹത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് എരുമേലിയിൽ പേട്ടതുള്ളൽ ചടങ്ങുകൾ നടക്കുന്നത്. വർഷാവർഷം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒരുമിച്ച് കൂടി വർണ്ണഭൂഷാദികൾ വാരി വിതറിക്കൊണ്ടാണ് ഈ ചടങ്ങ് നടന്നിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ 50 പേർക്ക് മാത്രമായി 2 സംഘങ്ങളെയും നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ കൂടി നടക്കും. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖാവരണവും മറ്റും അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ആനകളും മറ്റ് അകമ്പടി മേളങ്ങളും അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളൽ സംഘം, അമ്പലപ്പുഴ സംഘത്തിന്റെ സംഘം എത്തിച്ചേരും. ശരി ദിൽജിത്ത്, പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണ്. ദിൽജിത്താണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.